ശിവഭഗവാന്റെ ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ട ശിവരാത്രി സനാതനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും തപസ്സിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ സന്ദേശമായാണ് ശിവരാത്രി എത്തുന്നത്. ഈ ഗുണങ്ങളുടെയെല്ലാം മൂർത്തിഭാവമാണ് ശിവൻ. അവിടുന്ന് ആദിഗുരുവും ആദി യോഗിയും ആദിനാഥനുമാണ്. സന്യാസികളുടെ ഈശ്വരനായ ശിവൻ ഗൃഹസ്ഥാശ്രമങ്ങൾക്കും ഒരുപോലെ ആരാധ്യനാണ്. ജഗന്മാതാവായ പാർവതീദേവിയുടെ പതിയായും എല്ലാ പൂജകളിലും പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന ഗണപതിയുടെ പിതാവായും അവിടുന്ന് ശോഭിക്കുന്നു. ആരോടും വിരോധമില്ലാത്തവനും ശാന്തമൂർത്തിയും ആത്മാരാമനുമായ ശിവൻ സകല ജീവികൾക്കും ഒരേപോലെ ഹിതത്തെ ചെയ്യും. സദാ സമാധി ഭക്തനായ അവിടുന്ന് അതേസമയം തന്നെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നിർവഹിക്കുന്ന നടരാജനുമാണ്. ശിവരാത്രി വ്രതത്തിൻ്റെയും തപസ്സിൻ്റെയും ആഘോഷമാണല്ലോ. വർഷത്തിൽ 365 ദിവസവും തപോനിഷ്ഠനായ ജീവിതം നയിക്കുക എന്നത് സാധാരണ ജന പ്രയാസമാണ്. അങ്ങനെയുള്ളവർക്ക് മനോനിയന്ത്രണം അഭ്യസിക്കുവാനും കൂടുതൽ ഉയർന്ന ഭക്തി സാധനയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ശിവരാത്രി പോലുള്ള ആഘോഷങ്ങൾ നമ്മളെ സഹായിക്കും. സർവ്വവ്യാപിയും ആദ്യമധ്യാന്തങ്ങളില്ലാത്തതാണ്. ശുദ്ധ ചൈതന്യമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. ഇതാണ് പരമസത്യം. എങ്കിൽ പിന്നെ കാലദേശങ്ങൾക്ക് അതീതമായ ആ ശക്തിയെ സ്മരിക്കാനും ആരാധിക്കാനുമുള്ള സമയം എന്തുകൊണ്ടാണ് രാത്രിയായത്? അതിനെ എന്തുകൊണ്ടാണ് ശിവരാത്രി എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിയിരിക്കാം. ആ ആത്മനിർവൃതിയിൽ ജയിച്ചിരിക്കുന്ന യോഗിയും ഭൗതിക ജീവിതത്തിൽ കെട്ടുപാടുകളിൽ പെട്ടിരിക്കുന്ന സാധാരണക്കാരന് ഒരേ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇരുകൂട്ടരുടെയും വീക്ഷണം തികച്ചും വ്യത്യസ്തമാണ്. സകലത്തിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ ഒന്നിനെ ആത്മസത്തയെ ദർശിക്കുന്ന അവസ്ഥയാണ് ശിവരാത്രി.